ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണ്. എൻ്റെ പേര് ആൻലിയ. ഞാൻ ആലുവ ചുണങ്ങവേലി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. 2023 ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. പഠിച്ച് A1 മുതൽ B2 വരെ എനിക്ക് ഭയങ്കര പാടായിരുന്നു സബ്ജക്റ്റ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചു തീർക്കാനും. ഇപ്പോൾ ഗ്രാമറാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് പുതിയത് പഠിക്കുമ്പോൾ എനിക്ക് പാടായി വന്നുകൊണ്ടിരിക്കണമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് കൃപാസനത്തെ പറ്റിയോ മാതാവിനെ പറ്റിയോ ഒന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ്. അമ്മ പ്രാർത്ഥിക്കുന്നതും കാലത്തും രാത്രിയൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ടെങ്കിലും പക്ഷേ ഞാനത് കൂടുതൽ ഒന്നും ശ്രദ്ധിക്കുകയോ അതിനെപ്പറ്റി ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അങ്ങനെ B2 എക്സാം എഴുതാനായിട്ട് ഞാൻ 2024 സെപ്റ്റംബറിൽ ഞാൻ ഡേറ്റ് എടുത്തു. 2024 സെപ്റ്റംബർ ഞാൻ ഡേറ്റ് എടുത്തു. ഞാൻ ആദ്യം 2 മൊഡ്യൂളാണ് എഴുതിയത്. പഠിച്ചതുകൊണ്ടും കിട്ടുമെന്നുള്ള വിശ്വാസം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോയി എഴുതിയത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 2 മാർക്കിന് ആ 2 മൊഡ്യൂളും എൻ്റെ അടുത്തുനിന്ന് പോയി. അങ്ങനെ എക്സാം ഞാൻ ഓരോന്ന് കിട്ടാണ്ടാകുമ്പോൾ ഞാൻ ഓരോന്നും ഇത് എഴുതി 1.5 കൊല്ലം കൊണ്ട് ഞാൻ ഒരു 7 തവണയെങ്കിലും ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. അതും ഫുൾ മൊഡ്യൂളായിട്ടും 2 മൊഡ്യൂളായിട്ടൊക്കെ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാം ഈ നിസ്സാര മാർക്കിന് 0.5 എൻ്റെ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ എനിക്ക് ഈ വീട്ടിൽ അമ്മാമ്മയൊക്കെ വീട്ടിൽ സാക്ഷ്യം വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ എനിക്ക് തോന്നിയൊരു തോന്നലായിരുന്നു, ഞാനും പോയി ഒന്ന് ഉടമ്പടി എടുത്ത് നോക്കാം. എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ, വീട്ടിൽ എൻ്റെ ഫാമിലി ഫുൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, കസിൻസ് ആണെങ്കിലും എല്ലാവരും. അപ്പോൾ പിന്നെ ഞാനും ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്ന് എടുത്തതാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ വേറെ വിശ്വാസ കാര്യങ്ങളോ അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ജർമ്മൻ പാസ്സാവണം അതുള്ളായിരുന്നു. ഞാൻ എടുത്തു, ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാൻ പിറ്റേ മാസം തന്നെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാം എഴുതി. പക്ഷെ അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു ഉടമ്പടി എടുത്ത് പിന്നെന്താ കിട്ടാത്തത് എന്നുള്ള തോന്നലായിരുന്നു എനിക്ക്. ഞാനപ്പോൾ എക്സാമിന് പോയപ്പോഴൊന്നും എൻ്റെ ഈ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ് എന്ന് മനസ്സിലായി. കാരണം എല്ലാം ഈ അടുത്ത് വരെ എത്തിയിട്ടും എല്ലാം എനിക്ക് 0.5 ലാസ്റ്റ് എഴുതിയത് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. പിന്നെ എനിക്ക് മനസ്സിലായി അത് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ് എന്ന് മനസ്സിലായിട്ട് ഞാൻ പിന്നെ 2ാമതും ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ച്. ആ ഡേറ്റ് എടുക്കണേക്ക് മുന്നേ ഞാനിവിടെ വന്ന് ഉടമ്പടി 2ാമത് ഞാൻ എൻ്റെ പുതുക്കി. 2025 ഒക്ടോബറിൽ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അമ്മയ്ക്കായിരുന്നു മാതാവിനെ എടുക്കാൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അമ്മയ്ക്ക് കിട്ടിയല്ലോ. എനിക്ക് കിട്ടണേന്ന് പ്രാർത്ഥിച്ച് വന്നത് പക്ഷെ അമ്മയ്ക്ക് കിട്ടിയല്ലോ എന്നായി. ഞാൻ എന്നിട്ട് അമ്മയുടെ കൂടെ ഇവിടെ വന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച്, ഞാനിവിടുന്ന് കുറേ നേരം കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. ഇത്രയും നാൾ ഞാൻ എഴുതി, എനിക്ക് കിട്ടണില്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പോയി തുടങ്ങി, അവരൊക്കെ എക്സാം പെട്ടെന്ന് പാസ്സായി കയറിപ്പോകാൻ കണ്ടപ്പോൾ എനിക്കാകെ വിഷമമായി തുടങ്ങി. ഞാൻ ഒരെണ്ണം പോലും പാസ്സാവണില്ല എന്ന് കണ്ടപ്പോൾ എനിക്കങ്ങനെ ഞാൻ എന്ത് ചെയ്താലും മൊത്തത്തിൽ തടസ്സവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. പിന്നെ ഞാൻ ഡെയിലി കാലത്തും രാത്രിയൊക്കെ ഫുൾ ടൈം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെ കൂടുതൽ ഈ പ്രാർത്ഥിക്കുന്നതോറും എന്നെ കൂടുതൽ ഈശോയിലേക്കും മാതാവിലേക്കും അടുപ്പിക്കുക ചെയ്തിട്ടുള്ളൂ. ഞാൻ കുറേ നേരം ഇരുന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ വായിക്കുന്തോറും എനിക്ക് നമ്മൾ സ്റ്റോറിയൊക്കെ വായിക്കുന്ന പോലെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വായിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ ഒക്ടോബർ 10 എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി. എക്സാം ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്ത് എനിക്ക് നല്ല പാടായിരുന്നു. അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കയറുന്നതിന് മുന്നേ എൻ്റെ കയ്യിലുണ്ട ഉപ്പ് ഞാൻ ഹാളിൻ്റെ മുന്നിലിട്ടായിരുന്നു. കയറുന്നതിന് മുന്നേ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുമല്ലോ, മാതാവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം കാണിച്ചു തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കയറിയത്. ഞാൻ വാതിലുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ എന്നെ സീറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയത് ഒരു ഗ്രേ കളർ ഷർട്ട് ഇട്ടൊരു ചേട്ടനാണ്. എന്നെ കൊണ്ടുവന്ന് നിർത്തിയത്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ബെഞ്ചിൻ്റെ നമ്പർ 7 ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഞാൻ നോക്കുമ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ഞാൻ 7ാമത്തുള്ള നമ്പറിൽ ഞാനായിരിക്കുന്നത്. എന്നെ കൊണ്ടുപോയി ഇരുത്തിയത് ഒരു ഗ്രേ കളർ ഷർട്ട് ഇട്ട് ചേട്ടനാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ എക്സാം മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, പേടിക്കണ്ട എന്നെനിക്ക് ഉറപ്പായി. പക്ഷേ എക്സാം തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു എക്സാം. ഞാൻ ഇത്രയും നാൾ എഴുതിയതിൽ വെച്ചിട്ട് ഏറ്റവും ടഫായിട്ടുള്ളൊരു എക്സാമായിരുന്നു ഞാൻ എഴുതിയത്. ഞാൻ വിചാരിച്ചു ഇതും പോയി എന്ന് വിചാരിച്ചു. കാരണം ഒന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഈ റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിലും പേടിച്ചിട്ടുകൊണ്ട് കുറേയൊക്കെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ട്.
ഈ റീഡിങ്ങും ഹിയറിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു, അമ്മ കിട്ടാൻ ചാൻസ് ഇല്ല, നല്ല പാടായിരുന്നു എക്സാം, ഇത്രയും നാൾ എഴുതിയിൽ വെച്ചിട്ടുള്ള ഏറ്റവും പാടുള്ള എക്സാം ആയിരുന്നു ഇതെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് നവംബറിൽ ഞാൻ ഒരു ചൊവ്വാഴ്ച ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ധ്യാനം നടക്കുക. ധ്യാനത്തിന് ഏറ്റവും അവസാനം ഒരു മണി 1:15 ആ ഒരു സമയമായപ്പോഴേക്കും, ആരാധനയുടെ സമയമായപ്പോഴേക്കും എനിക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നേക്കണേ എൻ്റെ റിസൾട്ട് വന്നെന്നുള്ളത്. ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഈ 1.5 കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ച് പാസ്സാവാത്തതും ഞാൻ ഉഴപ്പി നടന്ന് തോറ്റുപോയതിലൊക്കെ നല്ല മാർക്കോടെയാണ് ഞാൻ പാസ്സായത് എക്സാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലായിരുന്നു. ആ ഒരു സമയത്ത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്, എക്സാം പാസ്സായത് കണ്ടപ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അമ്മയടുത്തൊക്കെ പറഞ്ഞു, അമ്മ പാസ്സായി, എനിക്കറിയില്ല എന്താണെന്നൊരു പിടുത്തമില്ല, വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്, എക്സാം പാസ്സായത്. അത് കഴിഞ്ഞ് എൻ്റെ 2 ചേച്ചിമാർ ജർമ്മനിയിലുണ്ട്. അവർ വഴിയാണ് എനിക്ക് കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവരാണ് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കെ ചേച്ചി എനിക്ക് അവിടെ FSJയിൽ കയറാനാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ചേച്ചിയുടെ വേക്കൻസിയിൽ എനിക്ക് കയറാൻ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഒരു ദിവസം എന്നെ വിളിച്ച്. അപ്പോൾ കോൺട്രാക്റ്റ് റെഡിയാക്കണം, അപ്പോൾ നവംബർ ലാസ്റ്റോടെ നമുക്ക് ശരിയാക്കാം, കോൺട്രാക്റ്റ് ശരിയാക്കി കഴിഞ്ഞാൽ ഡിസംബറിൽ അവിടെ ഒന്നും ചെയ്യൂല, അവരെല്ലാവരും ഉരുളോബിന് പോകുന്ന കാരണം കൊണ്ട് ഒന്നിനും ടൈം ഉണ്ടാകത്തില്ല, അവരാരും ഡിസംബറിൽ ഒന്നും ചെയ്യത്തില്ല, അപ്പോൾ ജനുവരി ആകുമ്പോഴാണ് എല്ലാം ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ജനുവരിയിലായാൽ മതി എന്ന് പറഞ്ഞ് ഡിസംബർ ഫുൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്നൊന്ന് കയറിപ്പോകാനായിട്ട് ഒന്ന് ശരിയാക്കണേ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കൈ കിട്ടി, ഒപ്പൊക്കെ ഇട്ട് എല്ലാം ഞാൻ തിരിച്ചു കൊടുത്ത്. എനിക്ക് കഴിഞ്ഞിട്ട് ആ ഒരു മാസം ഫുൾ ഞാൻ എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എല്ലാം തനിയെ ചെയ്തേ, ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടെ എല്ലാം ചെയ്തത്. ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്തതും പേപ്പർ വർക്ക് ചെയ്തതെല്ലാം ഞാൻ തനിയെയാണ്. അത് കഴിഞ്ഞ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലേക്ക് എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. ഞാൻ അതിന് മുന്നേ ഇവിടെ വന്ന് ഞാൻ രണ്ടാമത് എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. ആ സമയത്ത് ഞാൻ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, നന്നായിട്ട് അറ്റൻഡ് ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്കൊരു കാശ് രൂപം കയ്യിലൊക്കെ തന്നിട്ടാണ് ഞാൻ പോയത്. ഞാനിട്ട് വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിലും എനിക്ക് നല്ല തടസ്സമായിരുന്നു. കാരണം ഞാൻ കൊണ്ടുപോയ പേപ്പറിൽ പലതും അവർ പറഞ്ഞു ഇതൊന്നും ഇവിടെ റിക്വയർഡ് അല്ല, ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് അത് മാറ്റി. കുറേയൊക്കെ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവർ വെക്കാൻ പറഞ്ഞു. എനിക്ക് ആകെ അങ്ങനെ പെട്ടെന്ന് ആകെ ഒരു അലച്ചിൽ വന്നപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, പേടിയായി, എല്ലാം ആയി. ഞാൻ ആ സമയത്തിരുന്ന് മൊത്തം വിശ്വാസപ്രമാണം സ്വർഗസനം എല്ലാം ഇരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണമായിരുന്നു. കാശ് രൂപം ഞാൻ കൈവിടാതെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വിസ ഇൻ്റർവ്യൂ എനിക്ക് എന്നോട് മാത്രം എനിക്ക് മാത്രം ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ള രീതിയിലായിരുന്നു. ബാക്കിയുള്ളവരെ ഞാൻ നോക്കുമ്പോൾ അവരെ വേഗം വിളിക്കുന്നുണ്ട്, അവരുടെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ മാത്രം സമയമെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോൾ കയറിയിട്ട് ഞാൻ ഇറങ്ങുന്നത് തിരിച്ച് 3 മണിക്കാണ്. അതുവരെ ഞാൻ ഭയങ്കര ലാഗ് എടുത്ത് അവിടെ ഇരുന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്കാകെ ടെൻഷനായി. കാരണം ഇങ്ങനെ ലാഗ് വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്കറിയത്തില്ല, നല്ല പാടായിരുന്നു. കാരണം ഓരോ കാര്യത്തിലും എനിക്കത് വേണ്ട ഇത് വേണ്ട, അതെന്താ കൊണ്ടുവരാഞ്ഞേ അങ്ങനെയൊക്കെ ചോദിച്ച് ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കാകെ പേടിയായി, ഇനിയിപ്പോൾ ഇത് പോവോ, ഇനിയിപ്പോൾ കിട്ടിയില്ല, ഇനി ഒന്നുകൂടെ വെക്കണോ എന്നൊക്കെയുള്ള ഇതായി. എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയേക്കുന്നത് ഏപ്രിൽ 1-ാം തീയതി കയറാനായിട്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പോയി കഴിയുകയാണെന്നാണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ വെച്ച് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും എന്തായാലും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ മുട്ടിപ്പാടിയായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു, ഇതെങ്ങനെയെങ്കിലും എനിക്കൊന്ന് അടിച്ച് കിട്ടണേന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും അമ്മയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് എനിക്ക് മെയിൽ വന്നു, എൻ്റെ വിസ അവിടെ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷൻ കൂടി. 5 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും 7-ാമത്തെ ദിവസം വിസ എൻ്റെ കൈ കിട്ടി. ആ കിട്ടുന്നതിന് മുന്നേ എനിക്ക് കാലത്ത് മെസ്സേജ് വന്നു, ഇന്ന് ഡെലിവർ ആവും എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ അപ്പം മുതൽ ഒരു ഉച്ച വരെ ഇരുന്ന് ഞാൻ ഭയങ്കര കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പച്ചത്തിരി കത്തിച്ച് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഞാൻ ചോദിച്ച്, മാതാവേ ഇതെനിക്ക് വിസ അടിച്ചല്ലേ തന്നെ, എന്നെ പേടിപ്പിക്കാനല്ലേ ഇത്ര ടെൻഷൻ അടിക്കണേ അങ്ങനെയൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ ഓരോന്നും ചോദിക്കുമായിരുന്നു, മാതാവേ എനിക്കിത് അടിച്ചല്ലേ വന്നെ, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ച് താ, എനിക്ക് ടെൻഷൻ അടിച്ചിട്ടും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ മാതാവ് ഞാൻ അത് ചോദിക്കുമ്പോൾ മാത്രം
സാധാ നിലയിൽ കത്തിക്കൊണ്ടിരുന്ന തിരി ഞാനിത് ചോദിക്കുമ്പോൾ മാത്രം ആളി കത്തുമായിരുന്നു. അത് ആളി കത്തുന്നത് കാണുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇനിയിപ്പോൾ ഒരു തവണ വന്നതാണോ എന്നറിയാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴും ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ഇത് ആളി കത്തുമായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇത് എൻ്റെ വിസ അടിച്ച് തന്നെയാണ് വരുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുവരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന എനിക്ക് പിന്നെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ അമ്മേനോടും അമ്മാമ്മയോടൊക്കെ പറയാമായിരുന്നു, പേടിക്കണ്ട, വിസ അടിച്ച് തന്നെയാണ് വരണേ, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതും പറഞ്ഞിരിക്കും 1 മണിയായപ്പോഴേക്കും എനിക്ക് എൻ്റെ വിസേൻ്റെ കൈ കിട്ടി. ഞാൻ തുറന്ന് നോക്കിയതും ആദ്യം ഞാൻ കണ്ടത് ഒരു പേപ്പറാണ്. ഞാൻ കേട്ടിട്ടുണ്ട് വിസയുടെ കൂടെ ഒരു പേപ്പർ വരാണെങ്കിൽ അത് റിജക്ഷൻ ആണ് എന്നാണ് ഞാൻ കേട്ടേക്കണേ. അപ്പോൾ തന്നെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഒരു പേപ്പർ കാണുന്നുണ്ട്, റിജക്ഷൻ ആണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഇല്ല നീ നോക്ക്, നിനക്ക് ഇത്രയും ഉറപ്പുണ്ടെങ്കിൽ നീ നോക്കെന്ന് പറഞ്ഞു. ഞാൻ ആ പേപ്പർ എടുത്താണ് ആദ്യം നോക്കിയത്. ഇനി റിജക്ഷൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം നോക്കിയപ്പോൾ അത് റിജക്ഷൻ്റെ അല്ലായിരുന്നു. എനിക്ക് ബില്ല്, ഒരു റെസിപ്റ്റ് എന്നുള്ള രീതിയിൽ അവരെനിക്ക് ബില്ലടിച്ച് തന്നേക്കണ ഒരു പേപ്പറായിരുന്നു. ബാക്കി ഞാൻ വിസയുടെ പാസ്പോർട്ട് തുറന്ന് നോക്കിയത് എനിക്കെൻ്റെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പ്രാർത്ഥിച്ച പോലെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 7ാമത്തെ പേജിൽ എനിക്ക് എൻ്റെ വിസ അടിച്ച് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഉടമ്പടി ഇവർ ഈ സാക്ഷ്യം പറയുമ്പോൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവർ പറയണത് 7ാമത്തെ പേജിൽ അവർക്ക് അടിച്ച് കിട്ടി എന്നൊക്കെ. പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോൾ എനിക്കും 7ാമത്തെ പേജിൽ അടിച്ച് കിട്ടിയപ്പോൾ എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ കരഞ്ഞ് ആകെ ഞാൻ അമ്മയടുത്തൊക്കെ പറയായിരുന്നു, എനിക്കും അടിച്ച് കിട്ടി 7ാമത്തെ പേജിൽ, എനിക്കും വിസ അടിച്ച് കിട്ടി എന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ അപ്പച്ചി നാട്ടിലില്ല, അപ്പോൾ ഞാൻ അപ്പേനെയൊക്കെ വിളിച്ച് ഞാൻ കരഞ്ഞ് ഇങ്ങനെ പറയായിരുന്നു, കിട്ടി അപ്പച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ എല്ലാം ഈ 1.5 കൊല്ലം, ഒരു 2 കൊല്ലം നടക്കൂല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം ഒരു 6-7 മാസത്തിനുള്ളിലാണ് മാതാവ് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സാധിച്ചെന്നത്. ഞാൻ ഏപ്രിൽ 1-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്. കാലത്ത് 10:30 ഫ്ലൈറ്റ്. എല്ലാം ശരിയായിട്ടുണ്ട്. ഇത്രയും എനിക്ക് സാധിച്ചെന്ന അമ്മ മാതാവിനോട് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയാണ്. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു മഠമുണ്ട്, ഹോൾഡേജ് ഹോമാണ്. അപ്പം ഞാൻ എല്ലാ ദിവസം കാലത്ത് കുർബാനയ്ക്ക് പോയായിരുന്നു. കുഞ്ഞിലേ മുതൽ ശീലിച്ചൊരു കാര്യമാണ് കുർബാന കൂടാന്നുള്ളത്. അപ്പോൾ കുഞ്ഞിലേ മുതൽ അത് ചെയ്യുമായിരുന്നു. ആ കൂട്ടത്തിൽ കാരുണ്യപ്രവൃത്തി എന്നുള്ള രീതിയിൽ എനിക്ക് പോകാൻ നല്ല മടിയായിരുന്നു മഠത്തിലൊക്കെ. കാരണം ഞാൻ അവിടെ ചെന്ന് ഞാൻ എന്ത് ചെയ്യും, അവരെ കുളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ഒരിക്കൽ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ഓർത്ത് ഫസ്റ്റ് ഡേ അല്ലേ, അവരൊന്നും ചെയ്യിപ്പിക്കില്ല എന്ന് ഓർത്തിരിക്കണേയായിരുന്നു. പക്ഷെ ചെന്നപാടെ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ അമ്മച്ചീനെ കുളിപ്പിച്ചോന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. പക്ഷെ ആ അമ്മച്ചി ഞാനായിട്ട് ഭയങ്കരമായിട്ട് സഹകരിച്ച് ഞാൻ അന്ന് നന്നായി കുളിപ്പിച്ച്, എനിക്ക് ഒരു കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു ദിവസം ഒരു 3-4 പേരെ ഞാൻ കുളിപ്പിച്ച് അവർക്ക് ഫുഡ് കൊടുത്ത് അവരുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിനോടത്ത് കൊണ്ടുവന്നിട്ട് ആ ഡ്രസ്സൊക്കെ ഉണങ്ങി ഇത് വിരിച്ചിടാനും പിന്നെ അവരോട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ഞാൻ ഫുൾ നോക്കിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി ഫസ്റ്റ് ദിവസം പോയപ്പോൾ. പിന്നെ ഞാൻ ഡെയിലി കുർബാന കഴിഞ്ഞ് ഞാൻ നേരെ പോണത് മഠത്തിലോട്ടായിരുന്നു. മഠത്തിൽ ചെല്ലും, ഇവരെല്ലാവരെയും ഞാൻ കാണും, ഇവരെ കുളിപ്പിക്കും, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. എനിക്കിതൊരു കാരുണ്യപ്രവൃത്തിയായിട്ടല്ല, മറിച്ച് എനിക്ക് എന്തോ സ്വന്തം വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയോടും ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഞാനും അമ്മ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. ഇവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അത് വീടിൻ്റെ അടുത്തും അല്ലാണ്ടൊക്കെ ആയിട്ട് ഞാൻ ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും കൊടുക്കും. അറിയാൻ പാടില്ലാത്ത ഹിന്ദുക്കൾ അവർക്കൊക്കെ ചെന്ന് ഞാൻ കൊടുത്തും വായിക്കണം, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഈ ഒരു മാസം വരെ ഞാൻ ചെയ്തൊരു കാര്യമാണ് ഈ ഉടമ്പടി പത്രം കൊടുക്കുക എന്നുള്ളത്, കൃപാസന പത്രം കൊടുക്കുക എന്നുള്ളത്. ഞാൻ പിന്നെ ഉടമ്പടി എടുത്ത് ആ ഒരു ശേഷം അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചയിൽ ചൊവ്വാഴ്ച അത് ഞാൻ മുടങ്ങാതെ കൂടായിരുന്നു. അതുപോലെ കുറേ പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ ഈ സ്റ്റേജിൽ വന്ന് നിന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന്. ഞാൻ കുറേ പേരുടെ സാക്ഷ്യം കേട്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ ഞാൻ അവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ കൊടുത്തിട്ടും ഈശോ ഞങ്ങൾക്ക് സാധിച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. സ്വഭാവത്തിൽ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം കൂടുതലുള്ള ഒരാളാണ്, പൊതുവേ ദേഷ്യം കൂടുതലുള്ളതാണ്. അത് കുറേ എനിക്ക് മാറ്റാൻ പറ്റി. പിന്നെ ഭക്തി, എനിക്ക് പള്ളിയിൽ പോയി കുർബാന കാണും എന്നല്ലാണ്ട് എനിക്ക് ഒന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് ഒരാളോട് ഞാൻ എപ്പോഴും തുറന്നടിച്ച് ഞാൻ പറയും, പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, ഈശോയോടും മാതാവിനോടും പറഞ്ഞാൽ കിട്ടാതായിട്ട് ഒന്നുമില്ല, അനുഭവം കൊണ്ട് പറയുന്നതെന്ന് പറയും. അങ്ങനെ കുറേ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുറപ്പാട് 33:14 ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആലിയ ഷിബു എന്ന ഈ മകൾ തൻ്റെ ജർമ്മൻ ഭാഷാ പഠനത്തിൻ്റെ B2 പരീക്ഷ വിജയിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നിരന്തരമായി പരാജയപ്പെട്ട്
7ഉം 8ഉം തവണ എഴുതി പരാജയപ്പെട്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ആ പരീക്ഷ വിജയിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത്. പ്രിയമുള്ളവരെ, നാം പഠിക്കുന്നവരാകും, പഠനത്തിൽ പലതും നമുക്ക് മനസ്സിലാവാതെ ക്ലേശിക്കുന്നുണ്ടാവും. പരീക്ഷ അടുത്തെത്തിയിട്ട് പഠിക്കുവാൻ ഏറെയുണ്ട് എന്ന വിചാരം നമുക്കുണ്ടാകാം. നമ്മൾ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ലല്ലോ എന്ന ആദ്യം നമ്മളെ മതിക്കുന്നുണ്ടാവാം. നാം അമ്മ മാതാവിൻ്റെ കൃപാസന നടയിൽ എത്തിയിട്ടുണ്ടോ? ഉടമ്പടിയെ നിങ്ങൾ സ്നേഹിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ടോ? നമുക്ക് വിശുദ്ധിയോടുകൂടി അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായ വിശ്വസ്തതയിൽ നമ്മുടെ പരീക്ഷകളെ, ഓരോ വിഷയത്തെയും നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ചോദ്യങ്ങളെ, അതിനുള്ള ഉത്തരങ്ങളെ അമ്മ നമ്മളെ സഹായിച്ച് കണ്ണുകൾക്ക് തെളിക്കുവാൻ, കരങ്ങൾക്ക് മുമ്പിൽ എഴുതുവാൻ, നമുക്ക് ഓരോ ഉത്തരവും സമയച്ചുരുക്കത്തിൽ എഴുതി പൂർണ്ണ വിജയം, നല്ല വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ക്രിസ്ത്യാനികൾ നല്ല കുമ്പസാരം നടത്തി പൂർണ്ണമായും ദൈവത്തോട് അനുദപിച്ചുകൊണ്ട്, സഹോദരങ്ങളോട് രമ്യതപ്പെട്ടുകൊണ്ട്, മാതാപിതാക്കൾക്ക് അനുസരിച്ച് വളരുമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് ഒരു നല്ല കുമ്പസാരത്തിലൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവണം. മറ്റുള്ളവർ ഹൃദയത്തിൽ പൂർണ്ണമായും അനുദപിച്ചുകൊണ്ട്, നമ്മുടെയൊക്കെ തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ പൂർണ്ണമായി വിട്ടുപേക്ഷിച്ചുകൊണ്ട് ആദരവോടുകൂടി ആ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാവുക. നമ്മുടെ ഓർമ്മയും ബുദ്ധിയുമായിരിക്കില്ല, ദൈവത്തിൻ്റെ കരുണയും കരുതലുമായിരിക്കും. ഏറ്റവും ക്ലേശമെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നല്ല വിജയത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുക. ഈ മകൾക്ക് വിജയം നൽകിയ കർത്താവിന്, എല്ലാം ഫലപ്രദമാക്കിയ കർത്താവിന്, സമയച്ചുരുക്കത്തിൽ വിദേശത്തേക്കുള്ള യാത്രയും പഠനവും സുരക്ഷിതമാക്കിയ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്